നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ? ഇന്ന് ഞാനുള്ളത് നമ്മുടെ ഒല്ലൂർ ആർച്ചറി അക്കാഡമിയിലാണ്. നമ്മൾ ഇവിടെ ക്രിസ്റ്റോഫർ വൈലോപ്പള്ളി സ്കൂൾ ഗ്രൗണ്ടിൽ ആർച്ചറി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു 4-5 വർഷമായി തുടങ്ങിയിട്ട്. നമുക്കധികം കുട്ടികളൊന്നുമില്ല, ഒരു 5-6 പേരാണ്. അതായത് മറ്റുള്ള ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ പിള്ളേരാണ്. നമ്മുടെ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ഒക്കെ ഗെയിമിനൊക്കെ ഇഷ്ടം പോലെ പിള്ളേരാണ്. ആർച്ചറി പഠിക്കാൻ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമാണ് ആർച്ചറി പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. നമുക്കിവിടെ ഒരു 5-6 പേരുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് 2-3 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് നമ്മുടെ ആദ്യഘട്ടം സ്ട്രെച്ചിങ് ആണ്. ചെറുതായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്ന പോലെ എല്ലാ സ്പോർട്സിലുള്ള പോലെ ചെറുതായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ആർച്ചറിക്കും ഉണ്ട്. ചെറുതായിട്ടല്ല, നമ്മളൊരു പ്രൊഫഷണൽ അത്ലറ്റ് ആവണം അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവലിലൊരു കോമ്പറ്റേറ്റർ ആവണമെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്താൽ തന്നെയാണ്. അതായത് ജോയിൻ്റ് എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസ്, വാം എക്സസൈസ്, വാം ഡൗൺ എക്സസൈസ്, റിലാക്സിങ് എക്സസൈസ്, സ്ട്രെങ്തനിങ് എക്സസൈസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഇതുകളാണ് നമുക്കൊരു ഗെയിം. നമസ്കാരം. അപ്പം നമ്മുടെ കായിക താരങ്ങളെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം നമുക്ക്. എൻ്റെ പേര് നമശിവനാണ്. ഞാൻ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിനടുത്തായി. ഞാൻ ഇവിടെ സെൻറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്, കുട്ടനെല്ലൂർ. ഞാൻ 3ലാണ് പഠിക്കണം. എൻ്റെ ലക്ഷ്യം ഈ വരുന്ന ജില്ലാ കോമ്പറ്റീഷന് പങ്കെടുക്കുകയാണ്. എൻ്റെ പേര് അമർനാഥ്. ഞാൻ ആർച്ചറി 1 കൊല്ലമായിട്ട് പഠിക്കണം. ഞാൻ 7ാം ക്ലാസ്സിലാണ്. ഞാൻ വൈലോപ്പള്ളി സ്കൂളിലാണ് പഠിക്കുന്നത്, വൈലോപ്പള്ളി. പിന്നെ എൻ്റെ ലക്ഷ്യം ഈ വരുന്ന ജില്ലാ തലത്തിൽ ആർച്ചറിയിൽ പോകാനാണ്. ഞങ്ങൾ ഷോർട്ട് മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അക്കാഡമിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് നമശിവ്. 8 വയസ്സുള്ള അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നല്ലോണമൊക്കെ ചെയ്യുന്നുണ്ട്. ജില്ലാ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം എന്നൊക്കെയാണ് ആളുടെ ആഗ്രഹം. എന്നാലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ആൾക്ക് നൽകുന്നുണ്ട്. നമ്മുടെ അമർനാഥ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളും തമ്മിൽ തുടങ്ങിയിട്ട് അധികം നാളായിട്ടൊന്നുമില്ല. ജില്ലാ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. നല്ല ആളുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആള്. അപ്പം ഞങ്ങളുടെ പിള്ളേരിന്ന് 20 മീറ്ററും 10 മീറ്ററും 30 മീറ്ററും ഒക്കെ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് പോയിരിക്കണത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയുക, കണ്ടിന്യൂസ് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ പിള്ളേർ ഓണത്തിൻ്റെ ഒക്കെ അവധിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ശരിയായിരിക്കണമെന്നില്ല. പക്ഷേ തെറ്റിൽ നിന്നാണ് ശരിയിലേക്ക് വരിക. വരുന്ന ആളുകൾ എല്ലാം ഒന്നിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അക്കാഡമിയിലെ മിടുക്കനായ വിദ്യാർത്ഥിയാണ് അമർനാഥ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ പറയും യൂട്യൂബിൻ്റെ വിശേഷങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ. എൻ്റെ ചാനലിൻ്റെ പേര് അമർനാഥ് തന്നെയാണ്. അതിൽ പൊതുവെ വ്യൂസ് കുറവാണ്, 8 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ പറയുമ്പോൾ അതിനകത്ത് 28 ലൈക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പൊതുവെ ഒരു മീനും ആനയും അങ്ങനെ പല പല കായികമായിട്ടും ഒരുപാടധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഏകദേശം ഞാൻ ഇട്ട വീഡിയോസൊന്നും
വലിയ റീച്ചൊന്നും ഇല്ല. പിന്നെ കുറേ അപ്പോൾ അമർനാഥിൻ്റെ വീഡിയോയുടെ അല്ല നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു നമ്മുടെ കുഞ്ഞു കായിക താരത്തിനെ. എല്ലാവരും നമ്മുടെ കായിക താരങ്ങൾ എക്സസൈസ് ചെയ്ത് ഷൂട്ട് ചെയ്തതും അല്ലെങ്കിൽ ആരോ ഹിറ്റൊക്കെ ഇതൊക്കെ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷമാണ് ഞങ്ങൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് എനിക്ക് സ്വന്തം ഭിന്നശേഷിത്വത്തെ അവഗണിച്ചുകൊണ്ട് മുന്നേറി വരികയാണ് ഞാൻ ഇത്ര നാളും ചെയ്തിട്ടുള്ളത്. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്, എനിക്കൊന്നും സാധിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ മാറിയിട്ടില്ല. എൻ്റെ കൂടെ നിൽക്കുന്നവരെ പോലും ഞാൻ കൈപിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് നിരവധി കായിക ഇനങ്ങളിൽ കുറേ ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെ എനിക്ക് വാർത്തെടുക്കാൻ സാധിച്ചു. ആർച്ചറിയിൽ മാത്രമല്ല മറ്റുള്ള കായിക ഇനങ്ങളിൽ കൂടുതൽ ഭിന്നശേഷിക്കാരെയാണ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ നമ്മൾ പഠിച്ച വിദ്യ മറ്റുള്ളവർക്ക് പകർന്നു നൽകി അവരെയും ഒരു ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ദിവസം അടുത്ത അക്കാഡമിയിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് ആഴ്ചയിൽ 2 ദിവസം